ഹലോ ഓൾ, എല്ലാവരും കാത്തിരിക്കുന്ന ക്ലാസ് 8 NCERT ബുക്ക് ഇതാ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നാളെ നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ക്ലാസ് 8 NCERT ബുക്ക് ഇന്ന് വരും, നാളെ വരും എന്ന് പറഞ്ഞ് ഒരുപാട് നാളെ നമുക്ക് ഒരു എയറിലൊരു ന്യൂസ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് അവസാനമായിട്ട് ക്ലാസ് 8 CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള NCERT ബുക്ക് ഇതാ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ NCERT ബുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ആരംഭിക്കണം. ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും, കാരണം ഇത്ര കാലമില്ലാത്ത ഒരു പുതിയ ചേഞ്ചാണ് നമുക്ക് സിലബസിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. എല്ലാത്തിലും ഏറ്റവും ഗംഭീരമായ മാറ്റമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഈ ഒരു മാറ്റത്തിനൊപ്പം തന്നെ എല്ലാ മക്കളും ഏറ്റവും ഗംഭീരം പഠിച്ചു പോകണം. അതിനുവേണ്ടി വ്യക്തമായ പ്ലാനിംഗ് ആണ് എല്ലാ മക്കളും ഈ നിമിഷം ഉണ്ടാക്കേണ്ടത്. ബിക്കോസ് പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്ക് ആകെ തന്നെ കംപ്ലീറ്റ് പണി പാളി പോകുന്നതായിരിക്കും. സോ എല്ലാം ശ്രദ്ധിക്കുക, വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ന്യൂ NCERT ക്രാക്ക് ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാ മക്കളും ശ്രദ്ധിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ. 2 പാർട്ടായിട്ടാണ് നമുക്ക് പുതിയ NCERT ബുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മൾ എന്താണ് ഇനി വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. മാത്സ് പരിശോധിക്കുമ്പോൾ ഏകദേശം 7 പാഠമാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ബാക്കിയുള്ള പാഠങ്ങൾ എല്ലാം തന്നെ എന്താണെന്ന് നമുക്ക് കുറച്ച് വൈകി മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സോ അങ്ങനെ ഓരോ വിഷയം നമുക്ക് എന്താണ് ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ തന്നെ സ്ട്രക്ചർ ചെയ്യണം. നിങ്ങൾ ഈ കാണുന്ന ഡിഫിക്കൽറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ കാണുന്ന ഡിഫിക്കൽറ്റി വളരെ ഈസി ആക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും പുതിയ ബാച്ചുമായിട്ട് Xylem വരുന്നു. നമ്മൾ ന്യൂ NCERT ബേസ് ചെയ്തുകൊണ്ട് മാത്രം ഒരു ബാച്ചുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. ആ കാണുന്ന ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ മാസം, അതായത് ജൂലൈ മാസം 30-നായിരിക്കും. സോ എല്ലാ മക്കളും ആ കാണുന്ന ലോഞ്ചിൽ ഉണ്ടാവുക. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു പുതിയ NCERT ക്രാക്ക് ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് ഗംഭീരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ഒരു ചോദ്യം ഉണ്ടാകും, Xylemത്തിനകത്ത് ഓൾറെഡി അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ കാണുന്ന ന്യൂ ബാച്ച് അവൈലബിൾ ആയിരിക്കുമെന്ന്. മക്കളെ, Xylemത്തിലെ എല്ലാ മക്കൾക്കും ഈ കാണുന്ന Xylemത്തിന്റെ ന്യൂ ബാച്ച് അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല വേറെ കൺസേൺ കൂടി ഉണ്ടാവും. എൻ്റെ സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഓൾഡ് NCERT ബുക്കാണ്. സോ ആ കാണുന്ന ഓൾഡ് NCERT ബുക്കിന്റെ ക്ലാസ്സുകൾ ഇനി Xylemത്തിനകത്ത് ഉണ്ടാവുകയില്ലേ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. നമ്മൾ യോധ ബാച്ചിനെ 2ആക്കി മാറ്റുന്നു. അതായത് Xylemത്തിന്റെ ക്ലാസ് 8 CBSE ബാച്ചിനെ 2ആക്കി മാറ്റിക്കൊണ്ട്, അതായത് ഒരു ബാച്ചിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഓൾഡ് NCERT നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. ആൻഡ് ഒരു ബാച്ച് നമ്മൾ കംപ്ലീറ്റ്ലി ന്യൂ NCERT പഠിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ 2 ബാച്ചായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതായത് ഇങ്ങനൊരു സിലബസ് മാറ്റം ഉണ്ടാകുമ്പോൾ ഒരു വിദ്യാർത്ഥി പോലും സിസ്റ്റത്തിന്റെ പുറത്ത് പോകാൻ വേണ്ടി പാടില്ല എന്ന് അത്രമേൽ നിർബന്ധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഏതൊരു സിലബസും ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഏറ്റവും ഗംഭീരമായി പഠിപ്പിച്ചുകൊണ്ട് ഓൾഡ് NCERT ആയിക്കോട്ടെ ന്യൂ NCERT ആയിക്കോട്ടെ ആ കാണുന്ന ചേഞ്ച് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരുന്നതായിരിക്കും. സോ എല്ലാ മക്കളും ഈ വരുന്ന 30-ാം തീയതിയുള്ള ലോഞ്ചിൽ പങ്കെടുക്കുക. ഏറ്റവും ഗംഭീരമായി നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മൾ ന്യൂ NCERT ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം Xylem Learning.